പൊന്നു നുണയന്തേ മൈക്കിന്റെ മുമ്പ് നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി പറഞ്ഞ വാചകത്തിന് അഖിലലോക പീഡകനെ പിന്നിൽ നിർത്തി മറുപടി കൊടുക്കുന്നത് നോക്കി വമ്പൻ ട്രോളായി മാറിയിട്ടുണ്ട്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല. തിരിഞ്ഞു നോക്കുമ്പോ സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന. എൽദോനെതിരെ പീഡന പരാതി ഉണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി. പിണറായി വിജയൻ തിരിഞ്ഞു നോക്കി കണ്ടു എൽദോസ് കുന്നപ്പള്ളിയെ. അതായത് വ്യഭിചരിക്കുന്നവരെ എല്ലാം ആരാണ് താങ്ങി നടക്കുന്നു എന്ന ചോദ്യത്തിന് വേറെ ഒരു ഉദാഹരണവും വേണ്ട. മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കൃത്യമാണെന്ന് അവിടെ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഒപ്പം നിർത്തിയതിനു ശേഷം സതീശൻ അപാരമായിട്ടുള്ള തന്റെ നുണയടി വൈദഗ്ധ്യം അത് മികച്ച രീതിയിൽ അവതരിപ്പിച്ച് വരുമ്പോഴാണ് ഇങ്ങനെ തേഞ്ഞൊട്ടുന്നത്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചിലതൊക്കെ കണ്ടുപിടിച്ച് പൊളിക്കേണ്ടി വരും. പിന്നെ നുണയുടെ കൂമ്പാരമാകുമ്പോൾ എന്തുമേതും പ്രകൃതി തന്നെ സ്വമേധയാ തുറന്ന് ജനങ്ങളുടെ മുന്നിൽ കാട്ടിക്കൊടുക്കും. അതുകൊണ്ടാണ് പീഡന വീരന്മാരെ വളർത്തിക്കൊണ്ടും താങ്ങിക്കൊണ്ടും നടന്ന സതീശൻ ഇന്നിപ്പോ വന്ന് നിലപാടുകളുടെ രാജകുമാരനാകാൻ ശ്രമിക്കുമ്പോൾ തൊട്ടു പിന്നിൽ എൽദോസ് കുന്നപ്പള്ളിയെ തന്നെ നിർത്തിയത് ഈ സമയവും സാഹചര്യവുമാണ്. കാര്യം ഇയാൾ പറയാൻ പോകുന്ന കള്ളത്തെ സ്വാഭാവികമായി തന്നെ നമ്മുടെ പ്രകൃതി കൂടി പൊളിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോ മുഖ്യമന്ത്രിക്ക് കൊടുത്ത മറുപടിക്ക് സാഹചര്യങ്ങൾ തന്നെ ഇതുപോലെ മറുപടി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ എന്ന നുണയെ പ്രകൃതി വരെ വെറുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് വച്ച് കാച്ചുന്ന ഡയലോഗിന് കൃത്യമായിട്ട് പൊള്ളയാണെന്ന് ഉദാഹരണ സഹിതം ഇതുപോലെ തുറന്നു കാട്ടപ്പെടുന്നത്. മിസ്റ്റർ പിണറായി വിജയൻ, നിങ്ങൾ അവളോടൊപ്പമല്ല. തിരിഞ്ഞു നോക്കുമ്പോ സുരേഷ് തിരിഞ്ഞു നോക്കി. അതാ മുറ്റത്തൊരു മൈന. എൽദോനെതിരെ പീഡന പരാതി ഉണ്ടല്ലോ. പ്രതിപക്ഷ നേതാവ് എന്താണ് ഇക്കാര്യത്തിലൊക്കെ എടുത്ത നിലപാട് എന്ന് കാർക്കശ്യം നിറഞ്ഞ നിലപാടെടുത്ത ഒരാളാണ് ഞാൻ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെ കണ്ണാടി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് എന്റെ മറുപടി. പിണറായി വിജയൻ.